മക്കളെ എക്സാമിന് ചോദിക്കുന്ന ഒരു 8 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് പഠിച്ചാലോ? യെസ്, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാ വർഷവും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾസ്. ഒന്നാമത്തെ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ഇൻഷുററും ഇൻഷുർഡും എന്ത് ചെയ്യണം? അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടായിരിക്കണം ഇൻഷുറൻസ് എടുക്കുന്നത്. അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താ? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. നമുക്ക് താല്പര്യമുള്ള ഒരു വസ്തുവായിരിക്കണം, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരു വസ്തുവായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻഷുറൻസ് എടുക്കാനായിട്ടുള്ള അങ്ങനെ ഒരു സബ്ജക്ട് മാറ്റർ ആയിരിക്കണം. മൂന്നാമത്തെയാണ് ഇൻഡെമിനിറ്റി. ഇൻഡെമിനിറ്റിയിൽ പറയുന്നത് എന്താണ്? ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ ആക്ച്വൽ ലോസ് എത്രയാണോ അതിന് തക്കതായ വാല്യൂ മാത്രമേ നമുക്ക് അവിടെ ഈടാക്കാൻ കഴിയുള്ളൂ. അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഇൻഷുറൻസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത പ്രിൻസിപ്പിൾ എന്താ? പ്രോക്സിമേറ്റ് കോസ്റ്റ്. അതായത് ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, പല റീസൺസ് ഒരു ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് റീസൺസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, പല കാരണങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് കോസ്റ്റ് മാത്രമായിരിക്കാം നമ്മളവിടെ പരിഗണിക്കുന്നത്. ഓക്കെ, ഏറ്റവും നിയറസ്റ്റ് കോസ്റ്റ് മാത്രമായിരിക്കും പരിഗണിക്കുന്നത്. അടുത്ത സബോർഗേഷൻ. സബോർഗേഷൻ എന്താ? നമ്മൾ ഇൻഷുറൻസിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഇൻഷുറർ എടുത്തു നമുക്ക് ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് എന്തെങ്കിലും പാർട്സോ കാര്യങ്ങളോ ഒക്കെ, ഇപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസ് ആയിക്കോട്ടെ, എന്തെങ്കിലും പാർട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഷുറർക്ക് ആ ഒരു കാര്യങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. കാരണം അയാൾക്ക് വന്ന നഷ്ടമാണ്, അയാൾ ഇൻഷുറൻസ് എമൗണ്ട് ഫുള്ള് തന്നു, ആ വന്ന നഷ്ടം അയാൾക്ക് നികത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ട് ആ പാർട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു നഷ്ടം നികത്താനുള്ള അവസരം അദ്ദേഹത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതാണ് സബോർഗേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ ഇല്ല, നമ്മൾ ഒരേ കാര്യം അല്ലെങ്കിൽ ഒരേ പ്രോപ്പർട്ടി 2-3 ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ഇൻഷുറർ എടുത്തൊന്നും നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ എല്ലാവരും കൂടി തുല്യമായിട്ട് നമുക്ക് നഷ്ടം വന്ന എമൗണ്ട് അവർ തരും, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്തുനിന്ന് മാത്രമായിരിക്കും നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് എന്ത് ചെയ്യുന്നുണ്ട്, മിറ്റിഗേഷൻ ഓഫ് ലോസ്. മിറ്റിഗേഷൻ ഓഫ് ലോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നശിപ്പിക്കാൻ നിൽക്കരുത്. മാക്സിമം ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മളും അവിടെ ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കോഡ് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇവിടെ എന്തുണ്ട്? IPS. IPS നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ, IPS. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. യു ഇവിടെ വരുന്നുണ്ട്, UCIPS. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ UCIMIPS. ആ ഒരു കോഡ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ജസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എഴുതാം UC എന്ന് പറയുമ്പോൾ C ആണ് ഉദ്ദേശിക്കേണ്ടത്. UCIMIPS. ഓക്കെ, അപ്പോൾ U എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, C എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ ആണ് വരുന്നത്, ഐക്കകത്ത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, ദെൻ എമ്മിനകത്ത് മിറ്റിഗേഷൻ ഓഫ് ലോസ്, പിന്നെ IPSനകത്ത് ഇൻഡെമിനിറ്റി, പ്രോക്സിമേറ്റ് കോസ്റ്റ് ആൻഡ് ദെൻ എന്ത് ചെയ്തിട്ടുണ്ട്, സബോർഗേഷൻ. ഓക്കെ, UCIMIPS എന്നൊരു കോഡ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, താങ്ക് യു.